നമസ്കാരം. 2025 പുതുവത്സരം വന്നെത്തുകയാണ്. 2025 ഓരോ നക്ഷത്രക്കാരുടെയും സാമാന്യമായ ഫലം എങ്ങനെയുണ്ടെന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. 2025 ജനുവരി 1 തീയതി ഉത്രാടം നക്ഷത്രത്തോടുകൂടിയാണ് നമ്മൾ പുതുവർഷം ആരംഭിക്കുന്നത്. ഈ പുതുവർഷത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെ പൊതുവായ ഫലങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുംഭരാശിയിൽ ശനിയും മീനൻ രാശിയിൽ രാഹുവും ഇടവത്തിൽ വ്യാഴവും കന്നിയിൽ കേതുവും സ്ഥിതി ചെയ്യുമ്പോഴാണ് പുതുവർഷാരംഭം. ഇതിനനുസരിച്ച് ഓരോ നാളുകാരുടെയും സാമാന്യമായ ഗോചര ഫലങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. നമസ്കാരം. അശ്വതി നക്ഷത്രക്കാർക്ക് വർഷാരംഭത്തിൽ 2-ൽ വ്യാഴം, 12-ൽ രാഹു, 11-ൽ ശനി, ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. സാമാന്യമായിട്ട് പറഞ്ഞാൽ അനുകൂലമായ സമയമാണ്. വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകാൻ ഇടയുണ്ട്. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വർഷാരംഭം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്താൻ അവസരമുണ്ടാകും. കുടുംബത്തിൽ പൊതുവെ സന്തോഷകരമായ അവസ്ഥ നിലനിൽക്കും. സാമ്പത്തിക പുരോഗതി നേടുവാനായിട്ട് സാധിക്കും. വിവാഹ കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമാകും. ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷാരംഭത്തിൽ അത് തുടങ്ങുവാനായിട്ട് അവസരമുണ്ടാവുകയും അധികം വൈകാതെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ ഉടലെടുക്കുന്നതിൻ്റെ സാധ്യതകളുണ്ട്. വളരെ അപൂർവമായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ജനനത്തീയതിയും സമയവുമൊക്കെ അനുസരിച്ച് ഗ്രഹസ്ഥിതി പരിശോധിച്ച് വസ്തുതകളെല്ലാം അറിഞ്ഞ് ഉചിതമായ പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നാളുകാർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പല കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും അനുകൂല അന്തരീക്ഷവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തന രംഗത്ത് ഒട്ടേറെ അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കും. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിക്കുന്നതിനും നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഈ വർഷാരംഭത്തോടുകൂടി വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായ ബിസിനസ് ചെയ്യുന്നവർ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് നടത്താനായിട്ട് കരുതലെടുക്കണം. അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും പ്രയാസങ്ങളും അങ്ങനെ ചിലർക്ക് ഉണ്ടായേക്കാം. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും. ഗൃഹനിർമ്മാണ കാര്യത്തിലും അധികം വൈകാതെ പുരോഗതി ഉണ്ടാകുന്നതാണ്.
നിങ്ങളുടെ സൂക്ഷ്മമായ ജനന സമയം അനുസരിച്ച് രാശിസ്ഥിതി വിശദമായി പരിശോധിച്ച് ഉചിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലും ആഗ്രഹങ്ങൾ സാധിക്കുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് 2025 പൊതുവെ അനുകൂലമായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വർഷം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികവും സാധിക്കുവാനാണ് ഇട. മനസ്സിൽ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും. സാമ്പത്തികമായി വളരെ പുരോഗതി നേടിയെടുക്കുവാൻ സാധിക്കും. കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി ചിന്തിച്ചു വരുന്ന പല കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കാർത്തികക്കാരിൽ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. തികച്ചും പുതിയ മേഖലയിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനും അങ്ങനെ നിങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ വിപുലീകരിച്ച് അതിലൂടെ കൂടുതൽ സാമ്പത്തികവും മറ്റു രീതിയിലുള്ളതുമായ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഉപരിപഠന സാധ്യതകൾ കാണുന്നു. ആഗ്രഹിക്കുന്നത് പോലെ നല്ല റിസൾട്ട് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നതാണ്. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ വർഷാരംഭത്തിൽ അത് തുടങ്ങുവാൻ അവസരമുണ്ടാവുകയും പുതിയ ഗൃഹം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള അവസരവും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഇങ്ങനെ പുതിയ സംരംഭങ്ങളിലേക്ക് പോകുന്നവർ തങ്ങൾ പുതിയതായിട്ട് പ്രവർത്തിക്കുന്ന മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി തന്നെ വേണ്ടത് ചെയ്യേണ്ടതാണ്. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതാണ്. ഉന്നത ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി ചിന്തിക്കുന്ന ലക്ഷ്യങ്ങൾ നിറവേറപ്പെടുന്നതാണ്. വളരെ അത്യപൂർവമായ വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ് ഈ വർഷം കൊണ്ടുവരുന്നത്. വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. രോഹിണി നക്ഷത്രക്കാർക്ക് 2025 പൊതുവെ അനുകൂലമാണ്. നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ വളരെ നല്ല പുരോഗതി ഉണ്ടാകും. ആഗ്രഹിക്കുന്ന റിസൾട്ട് നേടിയെടുക്കാൻ അവസരമുണ്ടാകും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഉപരിപഠനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതുമാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന രോഹിണിക്കാരെ സംബന്ധിച്ച് വളരെ നേട്ടങ്ങൾക്കുള്ള അവസരം കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിച്ച് കച്ചവടം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകും. സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള സന്ദർഭമാണ് വരുന്നത്. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. നിങ്ങളിൽ പലർക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ അനുകൂലമായ സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കർഷക വ്യക്തികളെ സംബന്ധിച്ചും അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. കൂടുതൽ ഭൂമി വാങ്ങുവാനായിട്ട് അവസരമുണ്ടാകും. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷവും നിലനിൽക്കുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രോഹിണിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അവരവരുടെ മേഖലയിൽ കൂടുതൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കും.
നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതും ആണ്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും. ഉത്തമമായ കുടുംബ ബന്ധത്തിന് സാധ്യത കാണുന്നു. പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കത് ഉടനെ തന്നെ പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനായിട്ട് സാധിക്കും. വളരെ അപ്രതീക്ഷിതമായ അസാധാരണമായ പല മാറ്റങ്ങൾക്കും ഈ വർഷം സാക്ഷ്യം വഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുടുംബത്തിൽ കാവുകളോ മറ്റ് വച്ചാരാധനാ സ്ഥാനങ്ങളോ നിലനിർത്തുന്നവർ അതിൻ്റെ ദൈവാധീന സ്ഥിതി ശരിയായ രീതിയിൽ സൂര്യരാശി പ്രശ്നത്തിലൂടെ അറിഞ്ഞ് നിങ്ങളുടെ വ്യക്തിപരമായ ഗ്രഹസ്ഥിതിയും വിശദമായി പരിശോധിച്ച് വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക. മകയിരം നാളുകാർക്ക് 2025 പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് വളരെ ശ്രദ്ധിക്കണം. അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ നന്നായി ശ്രദ്ധിച്ചു മാത്രമേ ഏത് കാര്യത്തിലും മുമ്പോട്ട് പോകാവുള്ളൂ. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ശരിയായി ശ്രദ്ധിച്ച് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കേണ്ടതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകണം. സാമ്പത്തിക ഇടപാടുകൾ നല്ലതുപോലെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളുടെ കച്ചവട രംഗത്ത് ഉണ്ടായേക്കാം. വളരെ ശ്രദ്ധാപൂർവം എല്ലാം ചെയ്ത് മുമ്പോട്ട് പോവുക. ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ സൂക്ഷ്മത പാലിക്കുക. ചില ആലോചനക്കുറവുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില കാര്യങ്ങളിലൊക്കെ വളരെ കരുതലും മിതത്വവും നിയന്ത്രണവും ശീലിക്കുന്നത് നല്ലതാണ്. മനസ്സിന് വിഷമമുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നാൽ ശരിയായ ആത്മനിയന്ത്രണത്തോടുകൂടി കാര്യങ്ങളെ അഭിമുഖീകരിച്ചാൽ എല്ലാം അനുകൂലമായി വരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് സമഗ്രവും സമ്പൂർണവുമായ വിശദമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ സർപ്പക്കാവുകളോ പരദേവതാ സ്ഥാനങ്ങളോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇപ്പോഴുള്ള സൂക്ഷ്മമായ ഗ്രഹസ്ഥിതി വിസ്തൃതമായ രാശി പ്രശ്നത്തിലൂടെ ചിന്തിച്ച് വേണ്ടത് ചെയ്യുക. തിരുവാതിര നാളുകാരെ സംബന്ധിച്ച് 2025 എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള സമയം അനുഭവപ്പെടുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല റിസൾട്ട് നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കും. നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കണമെങ്കിൽ നല്ല പുരോഗതി ഇപ്പോഴുള്ള പഠനകാര്യങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. അതിന് ശ്രമിക്കുക. കച്ചവടക്കാർക്ക് അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പുതിയ പ്രവർത്തന മേഖലയിൽ ഇറങ്ങുന്നതിന് നിങ്ങൾക്കൊരവസരം ലഭിക്കും. അതുവഴി
നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാനുള്ള അവസരവും ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ മേഖലയിലോട്ടാണ് പ്രവർത്തിക്കുവാൻ പോകുന്നത് എങ്കിൽ ആ മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. സാമ്പത്തികമായ ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത ഉണ്ടായിരിക്കണം. കുടുംബത്തിൽ സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതിയുണ്ടാകും. നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും വേണ്ടത്ര നല്ല കരുതലും ശ്രദ്ധയും നൽകി മുമ്പോട്ട് പോകണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വളരെ ശ്രദ്ധാപൂർവമായ ഇടപെടലുകൾ ആവശ്യമുള്ള സമയമാണ്. കുടുംബത്തിൻ്റെ സ്വസ്ഥത നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും വളരെ ശാന്തതയും കരുതലും സ്വീകരിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ യാത്രാക്ലേശവും അലച്ചിലുമൊക്കെ അനുഭവപ്പെട്ടേക്കാം. ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. ജീവിതത്തിൽ വളരെ നിർണായകമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പരദേവതാ സ്ഥാനങ്ങളോ കാവുകളോ അപ്രധാനം ആയിട്ടുള്ള മറ്റെന്തെങ്കിലും വച്ച ആരാധന സ്ഥാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനമൊക്കെ ശരിയായി രാശിചിന്തയിലൂടെ അറിയേണ്ടതാണ്. വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ രാശി വിശകലനം ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കും. പുണർതം നാളുകാർക്ക് 2025 എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആയിരിക്കത്തില്ല പല മാറ്റങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ശാന്തമായ മനോഭാവത്തോടുകൂടിയും കാര്യങ്ങളെ നോക്കിക്കാണണം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കുറേക്കൂടെ കൂടുതൽ ജാഗ്രത വേണം. ഉപരിപഠന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ വളരെ ജാഗ്രത വേണം. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ നേടാൻ ശ്രമിക്കുന്നവർക്ക് കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അന്യദേശങ്ങളിൽ IT ബിസിനസ് മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും പലപ്പോഴും നിങ്ങളുടെ കർമ്മരംഗത്ത് പല ബുദ്ധിമുട്ടുകളും സൃഷ്ടിച്ചേക്കാൻ സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർ വളരെ ജാഗ്രതയും ശ്രദ്ധയും പാലിക്കേണ്ടതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. ധനപരമായിട്ട് സൂക്ഷ്മത വേണ്ടതുപോലെ കൈക്കൊണ്ടില്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തിക ഇടപാടുകൾ ജാഗ്രതയോടുകൂടി നടത്തേണ്ടതാണ്. കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും എല്ലാം ചെയ്യുക. ഭൂമി ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ നടത്തുന്നവർ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആ കാര്യത്തിൽ ചില നഷ്ടങ്ങൾ വന്നേക്കാം. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും അനുകൂലമായ അന്തരീക്ഷവും നിലനിൽക്കുന്നതാണ്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതി ലഭിക്കും. ആഗ്രഹിക്കുന്നത് പോലെ ഉപരിപഠന സാധ്യത കാണുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ്.
അതുവഴി നിങ്ങളുടെ ബിസിനസ് മേഖലയെ വിപുലീകരിക്കാൻ സാധിക്കും. കൂടുതൽ പുതിയ പുതിയ മേഖലകളിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വ്യാപിക്കാനുള്ള സാഹചര്യവും വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി വിചിന്തനം ചെയ്ത് നിങ്ങളുടെ വ്യക്തിപരമായ സൂക്ഷ്മ ഗ്രഹസ്ഥിതി അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക. കുടുംബത്തിൽ കാവുകളോ പരദേവതാ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ സമഗ്രമായ രാശിചിന്തയിലൂടെ വ്യക്തമായി അറിഞ്ഞു തന്നെ മുമ്പോട്ട് പോകണം. പൂയം നാളുകാർക്ക് ഈ വരുന്ന 2025 പൊതുവെ അനുകൂലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത്. വരാനിരിക്കുന്ന മാറ്റങ്ങൾ കണ്ട് പലപ്പോഴും അത്ഭുതപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത്ഭുതവും ആഹ്ലാദവും ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് അലസത ഉണ്ടാകരുത്, പ്രവർത്തനങ്ങളിൽ മന്ദത ഉണ്ടാവുകയും ചെയ്യരുത്. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ പുരോഗതി കൈവരിക്കാൻ കഴിയും. നിങ്ങളുടെ ഉപരിപഠന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും. ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രവർത്തന വിജയമാണ് നിങ്ങളുടെ ഉപരിപഠനത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്നത്. അത് മനസ്സിലാക്കി ചെയ്യുക. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളിൽ ചിലർക്കൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുകൂലമായ സ്ഥലം മാറ്റം ലഭിക്കും. നിങ്ങളിൽ മറ്റു ചിലർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾക്ക് സാധ്യത ഉണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ്. തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിച്ച് പ്രവർത്തിക്കുവാനാണ് അവസരം ഉണ്ടായേക്കുക. അതുവഴി നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും നിങ്ങളുടെ വരുമാനം വലിയ തോതിൽ വർദ്ധിക്കുന്നതിനുമുള്ള ഒരു അവസരം ഉണ്ടാകും. ഇങ്ങനെ പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. തികച്ചും പുതിയ മേഖലയാണെങ്കിൽ വളരെ ആഴത്തിൽ സൂക്ഷ്മമായി അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചു തന്നെ ചെയ്യേണ്ടതാണ്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സാമ്പത്തിക പുരോഗതി ലഭിക്കാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും. തികച്ചും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. വാസ്തവത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്യപൂർവമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായി നിരീക്ഷിക്കണം. നിങ്ങളുടെ വ്യക്തവും സൂക്ഷ്മവുമായ സൂര്യരാശി ഗ്രഹസ്ഥിതി വിലയിരുത്തി ആവശ്യമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകണം. പ്രത്യേകമായിട്ടൊരു കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ പരദേവതാ സ്ഥാനങ്ങളോ ക്ഷേത്രങ്ങളോ സർപ്പക്കാവുകളോ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷ്മമായി സമഗ്രമായ രാശിചിന്തയിലൂടെ അതിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക. ആയില്യം നാളുകാർക്ക് ഈ വരുന്ന 2025 എങ്ങനെയുണ്ടെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. പൊതുവെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഗുണമുണ്ടാകും. പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ ഉണ്ടാകും. നല്ല പുരോഗതി കൈവരിക്കാനും ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം നേടിയെടുക്കാനും അവസരമുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ മാറ്റങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അന്യദേശങ്ങളിൽ IT ബിസിനസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ
പ്രതീക്ഷിക്കുന്നതിലധികം വരുമാന വർധനവുണ്ടാകും. നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെയുള്ള വാസസ്ഥലം നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും. കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. നിങ്ങളുടെ കച്ചവടം കൂടുതൽ വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ വലിയ തോതിൽ വിപുലീകരിക്കുന്നതിനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത പുതിയ ബിസിനസ് മേഖലയിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ പ്രവർത്തനം തുടങ്ങുക. കുടുംബ ബന്ധങ്ങളിൽ വളരെ സന്തോഷവും അനുകൂലമായ സാഹചര്യവും അനുഭവപ്പെടുന്നതാണ്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിസ്മയകരമായ അത്ഭുതകരമായ പല മാറ്റങ്ങളും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും. ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന സുപ്രധാന തീർത്ഥാടനങ്ങൾ നടക്കാനുള്ള ഒരു സമയവും കൂടിയാണ് ഈ പുതുവർഷ ആരംഭ കാലം. നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. അതോടൊപ്പം കുടുംബപരമായി ഏതെങ്കിലും ദേവാലയങ്ങൾ, കാവുകൾ, ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി ശരിയായി സൂര്യരാശി ചിന്തയിലൂടെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക. മകം നാളുകാർക്ക് 2025 പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗുണദോഷ സമ്മിശ്രമാണ് മകം നാളുകാരെ സംബന്ധിച്ച് 2025 ആണ്ട്. കുട്ടികളെ സംബന്ധിച്ച് നല്ല പഠന പുരോഗതി ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. നന്നായി പരിശ്രമിച്ച് നല്ല പഠന പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതിലൂടെ ഉപരിപഠന കാര്യങ്ങളിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരം ഉണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും. വിവിധ മേഖലകളിൽ സ്വന്തം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നല്ല പുരോഗതി ലഭിക്കും. നിങ്ങളുടെ സ്വന്തം തൊഴിലുകളെ കൂടുതൽ വിപുലീകരിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ പോരായ്മകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക. അന്യദേശങ്ങളിൽ IT ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരും കൂടുതൽ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം തൊഴിൽ രംഗത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ പൊതുവെ സംതൃപ്തി അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളിൽ ചിലർക്ക് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിൽ വിചാരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിവാഹ ആലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ അനുകൂല അന്തരീക്ഷം നിലനിൽക്കുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ കഴിയും. പുതിയ വസ്തു, വാഹനം ഇവയൊക്കെ വാങ്ങാനുള്ള അവസരവും ലഭിച്ചേക്കും. നിങ്ങളുടെ വളരെ സൂക്ഷ്മമായ സൂര്യരാശി ചിന്ത ചെയ്ത് വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. പൂരനാളുകാർക്ക് 2025 എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പൂരനാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്.
എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ കൃത്യമായിട്ട് നടന്നുകൊള്ളണമെന്നില്ല. വിചാരിക്കുന്നത് പോലെ എല്ലാം വളരെ വേഗം അനുകൂലമാകുന്നതിന് ഒരു തടസ്സമൊക്കെ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. ഇല്ലാത്ത പക്ഷം വിചാരിക്കുന്ന റിസൾട്ട് ഉണ്ടായെന്ന് വരില്ല. നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഇപ്പോഴുള്ള പഠന വിഷയത്തിൽ നല്ല പുരോഗതി കൈവരിക്കേണ്ടത് ആവശ്യമാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസമുണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും പരിശ്രമം തുടരുക, ജോലി ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരം നിങ്ങളിൽ പലർക്കും ഉണ്ടാകും. കച്ചവടക്കാരെ സംബന്ധിച്ച് നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ സാധിക്കും. തികച്ചും പുതുമയുള്ള മേഖലയിൽ പ്രവേശിച്ച് ബിസിനസ് ചെയ്യുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോഴും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത പുതിയ മേഖലയിലാണ് കച്ചവടം തുടങ്ങുന്നതെങ്കിൽ ആ മേഖലയെപ്പറ്റി വളരെ ആഴത്തിൽ സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോവുക. കുടുംബത്തിൽ സന്തുഷ്ടി നിലനിൽക്കുന്നതാണ്. വിവാഹ ആലോചനകളിലൊക്കെ തീരുമാനമുണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വേഗം അത് തുടങ്ങുവാൻ അവസരം ലഭിക്കും. പുതിയ വസ്തു, വാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ടുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ അത്യപൂർവമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണേണ്ടതാണ്. കൂടാതെ നിങ്ങൾക്ക് കുടുംബത്തിൽ കാവുകളോ മറ്റ് പരദേവതാ സ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതി സൂക്ഷ്മമായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് വേണ്ടത് ചെയ്യുകയും വേണം. ഉത്തരം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. വളരെ വിസ്മയകരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അത്ഭുതകരമായ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ലഭിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല റിസൾട്ട് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അന്യദേശങ്ങളിൽ IT, ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകും. കൂടുതൽ സ്ഥിരതയുള്ള സ്ഥാനത്തേക്ക് നിയമനം ലഭിക്കും. ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ വരുമാനം വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഫെസിലിറ്റീസ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള നല്ല വാസസ്ഥാനം കൈവരിക്കാൻ അവസരമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ സാധിക്കും. തികച്ചും പുതുമയുള്ള പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ബിസിനസ് ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടമുണ്ടാകുന്നതിനുമുള്ള സന്ദർഭം ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത പുതിയ മേഖലയിലാണ് പ്രവർത്തനം തുടങ്ങുന്നതെങ്കിൽ വളരെ ആഴത്തിൽ സൂക്ഷ്മമായി അതിനെപ്പറ്റി പഠിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. പുതിയ വസ്തു, വാഹനം ഇവയൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. അത്ഭുതകരമായ വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. എല്ലാ സാഹചര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ വ്യക്തിപരമായ
രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. അത്തം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന 2025 പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. മനസ്സിൽ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ കൃത്യമായിട്ട് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കുകയില്ല പല കാര്യങ്ങളുടെയും പരിണാമം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കണക്ക് കൂട്ടുന്നത് പോലെ ആയിരിക്കത്തില്ല പലപ്പോഴും കാര്യങ്ങൾ വരുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരല്പം കാലതാമസം ഉണ്ടാകാം. ഇങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടെ ജാഗ്രത പാലിക്കേണ്ടതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല പഠന പുരോഗതി ഉണ്ടായെങ്കിൽ മാത്രമേ ഉപരിപഠന കാര്യത്തിൽ ആഗ്രഹിക്കുന്ന നേട്ടം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ കൈവരിക്കണം. അതിന് നന്നായി പരിശ്രമിക്കണം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ വരാം. അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കച്ചവടക്കാർ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും കൂടുതലായിട്ട് സൂക്ഷ്മത പാലിച്ച് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. വളരെ അപൂർവമായ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. അതോടൊപ്പം ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി ശരിയായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക. ചിത്തിര നാളുകാർക്ക് പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയമായിരിക്കും 2025 വന്നു ചേരുക. അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും നിങ്ങളെ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളായിരിക്കും വരിക. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ജോലി തന്നെ ലഭിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും പോരായ്മകളോ കുറവുകളോ ഉണ്ടാകാതെ ഇരിക്കുവാൻ കരുതലെടുക്കുക. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ സാമ്പത്തിക ഇടപാടുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ആലോചനക്കുറവ് കാരണം നിങ്ങൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണം. നിങ്ങളുടെ കച്ചവട മേഖലയെ കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും. തികച്ചും പുതിയ മേഖലയിൽ പ്രവേശിച്ച് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകും. പക്ഷേ വളരെ ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത പുതിയ പ്രവർത്തന രംഗത്തേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി എല്ലാ വശങ്ങളും ചിന്തിച്ചു വേണം ചെയ്യേണ്ടത്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ചില സമയത്ത് വന്നേക്കാം. ശ്രദ്ധ വേണം. പുതിയ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതിനും അത് സഫലമായി തീരുന്നതിനും സാധ്യതയുണ്ട്. നൂതനമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും രൂപം കൊള്ളാൻ ഇടയുള്ള സമയമാണ്. ജീവിതത്തിൽ വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം. വ്യക്തിപരമായി നിങ്ങളുടെ സമഗ്രമായ സൂക്ഷ്മമായ സൂര്യരാശി വിചിന്തനം ചെയ്ത് ഉചിത പ്രതിവിധിയോടുകൂടി മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ പ്രത്യേകമായ ദേവസ്ഥാനങ്ങളോ കാവുകളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ദൈവാധീനവും ചിന്തിച്ച് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക. ചോതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. തുടക്കത്തിൽ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഗ്രഹസ്ഥിതി ആയതുകൊണ്ട് എല്ലാം വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നില്ല.
വർഷാരംഭം അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലൊക്കെ ഒരു കാലതാമസം അനുഭവപ്പെടാം. എന്നാൽ പിന്നീട് വ്യാഴത്തിൻ്റെയൊക്കെ രാശി മാറ്റം ഉണ്ടാകുന്നതാണ്. അപ്പോൾ പൊതുവെ 2025 വിഷുവിനൊക്കെ ശേഷം ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. നിങ്ങളിൽ പലർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുവാനുള്ള അവസരവും ഉണ്ടാകും. അന്യദേശങ്ങളിൽ IT മേഖലയിലും ബിസിനസ് മേഖലയിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉള്ള സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് ഇതൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ലഭിച്ചേക്കും. ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ഗൃഹം നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം പണമിടപാടുകളെല്ലാം നടത്തേണ്ട ഒരു ഘട്ടമാണ് തുടക്കത്തിലുള്ളത്. അത് ശ്രദ്ധിക്കുക. ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സസൂക്ഷ്മമായിട്ടുള്ള സൂര്യരാശി ഗ്രഹസ്ഥിതി കണ്ടെത്തി അത് വിശകലനം ചെയ്ത് വിവിധ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉള്ളവർ അതിൻ്റെ ദൈവാധീനം ശരിയായ രീതിയിൽ ചിന്തിച്ച് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോവുക. വിശാഖം നക്ഷത്രക്കാർക്ക് വളരെ മാറ്റങ്ങളുടെ ലക്ഷണമാണ് കാണുന്നത്. ദീർഘകാലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാൻ അവസരമുണ്ടാകും. നിങ്ങളിൽ ചിലർക്കൊക്കെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെയും പുരോഗതി ലഭിക്കുന്നതാണ്. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ ബിസിനസ് മേഖലയിൽ പ്രവേശിക്കുന്നതിന് സാധിക്കും. നിങ്ങളുടെ കർമ്മമണ്ഡലം കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും അവസരമുണ്ടാകും. വിദേശ രാജ്യങ്ങളിൽ പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു സന്ദർഭം കാണുന്നുണ്ട്. അന്യദേശങ്ങളിൽ IT മേഖലയിലും ബിസിനസ് മേഖലയിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ പലതും ഉണ്ടാകും. കൂടുതൽ സാമ്പത്തിക വരുമാനം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിസ്മയകരമായ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ വാസസ്ഥലം ലഭിക്കുകയും ചെയ്യും. കുടുംബത്തിൽ അപ്രതീക്ഷിതമായി ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ചില സമയത്ത് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ ഗൃഹത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള സ്ഥിതി സൂര്യരാശി പ്രശ്നത്തിലൂടെ അറിഞ്ഞ് വേണ്ടത് ചെയ്യേണ്ടതാണ്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ വ്യക്തിപരമായി നിങ്ങളുടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ട പ്രതിവിധികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ അഭീഷ്ടസിദ്ധി കൈവരുന്നതാണ്. അനിഴം നക്ഷത്രക്കാർക്ക് വർഷാരംഭം 7-ൽ വ്യാഴവും പിന്നീടത് 8-ൽ വ്യാഴവുമായിട്ട് മാറുന്നതാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് കാണുന്നത്. തുടക്കത്തിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുമുള്ള അവസരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ പ്രവർത്തന രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത ചില മാറ്റങ്ങളുടെ ലക്ഷണങ്ങളുണ്ട്.
എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാം. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടായെന്ന് വരാം. അതിലൂടെ നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സന്ദർഭം ലഭിക്കും. തികച്ചും പുതിയ നൂതന മേഖലയിൽ പ്രവേശിച്ച് ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസരവും ലഭിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് പ്രവർത്തനം നടത്തിയിട്ടില്ലാത്ത മേഖലയിലേക്കാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ വളരെ ആഴത്തിൽ അത് പഠിച്ചു മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോവുക. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കണം. യാത്രാക്ലേശം, അലച്ചിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊന്നും ഇടപെടാതെ ഇരിക്കുക. മനസ്സിൻ്റെ പിരിമുറുക്കം നിയന്ത്രിക്കുന്നതിന് യോഗ പരിശീലനം, ധ്യാനം ഇവയൊക്കെ നന്നായിരിക്കും. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധിയോടുകൂടി മുമ്പോട്ട് പോവുക. തൃക്കേട്ട നാളുകാരുടെ കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. തൃക്കേട്ട നാളുകാർക്ക് ഇപ്പോൾ 7-ലാണ് വ്യാഴം നിൽക്കുന്നത്. മെയ് മാസത്തോടുകൂടി അഷ്ടമത്തിലേക്ക് വ്യാഴം വരുന്നതാണ്. ആ മാറ്റമൊന്നും അത്ര നല്ലതല്ല. ഇപ്പോഴാണെങ്കിൽ 4-ാം ഭാവത്തിൽ ശനിയും 5-ാം ഭാവത്തിൽ രാഹുവും നിലകൊള്ളുകയാണ്. ഈ 4-ലെ ശനിയും അത്ര അനുകൂലമല്ല. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സിന് പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. കണക്കുകൂട്ടൽ തെറ്റിപ്പോകാതെ ഇരിക്കുവാൻ ശ്രദ്ധ വേണം. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാകാനിടയുണ്ട്. നിങ്ങളിൽ പലർക്കും വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അങ്ങനെയുള്ള പരിശ്രമങ്ങളിലും ചില തടസ്സങ്ങളൊക്കെ വന്നേക്കാം. വിദേശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങളിൽ കുറ്റങ്ങളോ കുറവുകളോ പോരായ്മകളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുവേണ്ടിയുള്ള സാമ്പത്തിക ഇടപാടുകൾ കുറെ കൂടെ ശ്രദ്ധയോടുകൂടി നടത്തേണ്ടത് ആവശ്യമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധ കൊണ്ട് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന പുരോഗതി ഉണ്ടായില്ലെന്ന് വരാം. അത് നിങ്ങളുടെ ഉപരിപഠനത്തെയുമൊക്കെ ബാധിച്ചേക്കാനിടയുണ്ട്. കച്ചവടക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മത വേണം. പ്രവർത്തന രംഗം വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സാഹചര്യങ്ങളെല്ലാം ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും. നൂതനമായ സംരംഭങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പണം ചിലവ് ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം വളരെ വിശദമായി വസ്തുതകൾ ചിന്തിച്ച് തന്നെ നടത്തേണ്ടതാണ്. വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ ഗ്രഹനില ചിന്തിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. മൂലം നാളുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് നിങ്ങൾക്ക് സന്ദർഭമുണ്ടാകും. നിലവിലുള്ള കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ലഭിക്കുന്നതാണ്. കൂടുതൽ സാമ്പത്തിക വരുമാനം വന്നു ചേരും. ശമ്പള വർധനവ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. IT രംഗത്തും ബിസിനസ് മേഖലയിലും ഒക്കെയായിട്ട് അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാകും. സ്ഥാനക്കയറ്റം ലഭിക്കാനിടയുണ്ട്. ശമ്പള വർധനവിന് സാധ്യതയുണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെ കൂടുതൽ ഗുണപ്രദമായിട്ടുള്ള നല്ല വാസസ്ഥാനം നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ വളരെ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അതേസമയം പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തണം. നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകാതിരിക്കാൻ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദീർഘകാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകും. ഗൃഹനിർമ്മാണം തുടങ്ങുന്നതിന് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ വളരെ നിർണായകമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ട പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. പൂരാടം നാളുകാരെ സംബന്ധിച്ച് മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നുകൊള്ളണമെന്നില്ല. അപ്രതീക്ഷിതമായി പല തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രവർത്തന രംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും കൈവരിക്കാനായിട്ട് കഴിയും. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകും. പുതിയ പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. നൂതനമായ സംരംഭങ്ങളിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും വളരെ ആലോചിക്കുക. നിങ്ങളുടെ കച്ചവട രംഗത്ത് അതിനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും. തികച്ചും നൂതനമായ, ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിൽ ബിസിനസ് ആരംഭിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. എന്നാൽ വളരെ ആഴത്തിൽ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം മുമ്പോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കുകയില്ല പലപ്പോഴും പല അനുഭവങ്ങളും ഉണ്ടാകാൻ പോകുന്നത്. തികച്ചും അപ്രതീക്ഷിതമായ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. ഉത്രാടം നാളുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാത്തിരിക്കേണ്ടതായിട്ട് വന്നേക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല. അവിചാരിതമായി ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദേശ രാജ്യത്ത് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ ശ്രദ്ധ ആവശ്യമാണ്. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങളോ കാര്യപരാജയങ്ങളോ ഉണ്ടാകാൻ ഇടയുള്ളത് കൊണ്ട് സൂക്ഷിക്കുക. അന്യദേശത്ത് IT ബിസിനസ് മേഖലയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ആലോചനക്കുറവും അശ്രദ്ധയും ഉണ്ടായിട്ട് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അത് ഒഴിവാക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ തൊഴിലിനെ മൊത്തത്തിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ അവസരം ഉണ്ടാകും. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾക്ക് തുടക്കമിടാനായിട്ട് അവസരമുണ്ടാകും. വളരെ കാലമായി മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് വ്യക്തിപരമായി നിങ്ങളുടെ വസ്തുതകൾ അറിഞ്ഞ് പ്രതിവിധികളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഉത്തമം. തിരുവോണം നക്ഷത്രക്കാർക്ക് മകരക്കൂറാണ്. 2ാം ഭാവത്തിൽ ശനിയും 3ാം ഭാവത്തിൽ രാഹുവും 5ാം ഭാവത്തിൽ വ്യാഴവുമൊക്കെയാണ് ആരംഭത്തിൽ നിൽക്കുന്നത്. ശനി അത്ര നല്ലതല്ല. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കാര്യപരാജയങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊരൽപ്പം കാലതാമസം ഉണ്ടായേക്കാം. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 3ലെ രാഹു ഒട്ടും അനുകൂലമല്ല. അനാരോഗ്യങ്ങൾ ബാധിക്കാം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. 5ലെ വ്യാഴം തുടക്കത്തിൽ ഗുണം ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. കാര്യ പുരോഗതി നേടിയെടുക്കാൻ സാധിക്കും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല ഗുണങ്ങളും ലഭിക്കും.
നിങ്ങളുടെ ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ അവസരമുണ്ടാകും. തികച്ചും പുതുമയുള്ള പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനും അത് കൂടുതൽ വികസിപ്പിക്കുന്നതിനുമുള്ള സന്ദർഭം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ വലിയ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക. സമ്പൂർണമായ സൂര്യരാശി ചിന്തയിലൂടെ സമഗ്രമായി വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക. അവിട്ടം നാളുകാർ ശ്രദ്ധിക്കണം. ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാനിടയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിച്ചേക്കാം. പക്ഷേ അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ ധനനഷ്ടമോ മറ്റ് പ്രയാസങ്ങളോ ഉണ്ടാകാതിരിക്കുവാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. യാത്രാക്ലേശം, അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരമുണ്ടാകും. നിങ്ങൾ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിൽ പ്രവേശിച്ച് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് വരുന്നത്. അത്യപൂർവമായ വിസ്മയകരമായ മാറ്റങ്ങൾ പലതും ഉണ്ടാകും. പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലൊന്നും ആയിരിക്കുകയില്ല അനുഭവങ്ങൾ വന്നു ചേരുന്നത്. നിങ്ങൾ തന്നെ സ്വയം അമ്പരന്നു പോകാൻ സാധ്യതയുള്ള പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക. ചതയം നാളുകാരെ സംബന്ധിച്ച് ജന്മക്കൂറിൽ ശനിയും 2-ൽ രാഹുവും 4-ൽ വ്യാഴവുമൊക്കെയാണ് 2025 തുടക്കത്തിൽ കാണുന്നത്. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാനിടയുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കും. അന്യദേശങ്ങളിൽ IT രംഗത്തും ബിസിനസ് രംഗത്തും ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സ്ഥാനക്കയറ്റം ഉണ്ടാകാം. ശമ്പള വർധനവ് ലഭിക്കാം. കൂടുതലായിട്ട് സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിച്ചെന്ന് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്ഥിരമായ ഒരു വാസസ്ഥാനം ലഭിക്കാനും സാധ്യതയുണ്ട്. കച്ചവടക്കാർക്കാകട്ടെ വളരെ പുരോഗതി കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. തികച്ചും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരമുണ്ടാകും. ഇതിനു മുമ്പ് നിങ്ങൾ പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ ബിസിനസ് മേഖലയിൽ പ്രവേശിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാനായിട്ട് അവസരമുണ്ടാകും. വിവാഹ ആലോചനകൾ നടത്തുന്നവർക്ക് അതിന് തീരുമാനമുണ്ടാകുന്നതാണ്. പുതിയ ബന്ധങ്ങൾ ജീവിതത്തിൽ ഉടലെടുക്കാവുന്ന സമയമാണ്. പുതിയ വസ്തു, വാഹനം ഇവയൊക്കെ വാങ്ങാൻ സാധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് തുടങ്ങുന്നതിനും അധികം കാലതാമസമില്ലാതെ അത് പൂർത്തീകരിക്കുന്നതിനും അവസരമുണ്ടാകും. ജീവിതത്തിൽ നിങ്ങളുടെ സമഗ്രമായ സൂര്യരാശി ഫലം ചിന്തിച്ച് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക. പോരുരുട്ടാതി നാളുകാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളുടെ കാലഘട്ടമാണ്. മനസ്സിൽ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കൃത്യമായിട്ട് നടക്കണമെന്ന് ഇല്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകാം. പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യത്തിന് സാധ്യതയുണ്ട്. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം അനുഭവപ്പെടാം. യാത്രാക്ലേശം, അലച്ചിൽ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്കും തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുമെന്ന് വരും. മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല.
നിങ്ങൾ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിലേക്കാണ് ബിസിനസ് ആരംഭിക്കുവാൻ അവസരമുണ്ടാകുന്നതെങ്കിൽ വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ രംഗത്ത് ഇടപെടേണ്ടത്. കുടുംബത്തിൽ വളരെ കരുതലോടുകൂടി എല്ലാം ചെയ്യുക. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മനസ്സിൻ്റെ ടെൻഷനും പിരിമുറുക്കവും അകറ്റുന്നതിന് യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. വളരെ അത്ഭുതകരമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത്. സമ്പൂർണമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ സർപ്പക്കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി ശരിയായ രീതിയിൽ രാശിചിന്ത ചെയ്ത് മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക. ഉത്രട്ടാതി നാളുകാർക്ക് 2025 പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സ്ഥിതിയായിരിക്കും. ആരംഭത്തിൽ 12-ൽ ശനി, ജന്മക്കൂറിൽ രാഹു, 3-ൽ വ്യാഴം, ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നൂതനമായ സംരംഭങ്ങളിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകാം. എന്നാൽ വളരെ ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണം അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. ഇതിനു മുമ്പ് പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നവർ വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കണം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷ്മത പാലിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പകർച്ചവ്യാധികളിൽ നിന്നും പ്രത്യേകം കരുതലെടുക്കുക. ജീവിതത്തിൽ വിസ്മയകരമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. അതുകൊണ്ട് സന്തോഷമായിരിക്കുക. ഇപ്പോഴുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വലിയ നേട്ടങ്ങളിലേക്ക് പോകാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് തീർച്ചയായിട്ടും. സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി വിചിന്തനം ചെയ്ത് അതിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധികൾ കാണേണ്ടതാണ്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉള്ളവർ അതിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥയും സമഗ്രമായ രാശിചിന്തയിലൂടെ അറിഞ്ഞ് വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക. രേവതി നാളുകാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലി ലഭിക്കും. വിദേശ രാജ്യങ്ങളിൽ പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അവസരം ഉണ്ടാകും. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടമോ മറ്റ് പോരായ്മകളോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അന്യദേശങ്ങളിൽ IT ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പല ഗുണങ്ങളും വർദ്ധിക്കും. പുതിയ സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ശമ്പള വർധനവും വരുമാന കൂടുതലും അതിൽ നിന്ന് ലഭിക്കും. പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ പുതിയ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചേക്കും. പുതിയ ഗൃഹം വാങ്ങാനായിട്ട് അവസരമുണ്ടാകും. നിങ്ങൾക്ക് നൂതനമായിട്ടുള്ള ഫ്ലാറ്റ് വാങ്ങാനുള്ള സന്ദർഭം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി കൊണ്ടുവരും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. ഇതിനു മുമ്പ് പ്രവേശിച്ചിട്ടില്ലാത്ത പുതിയ മേഖലകളിൽ പ്രവേശിച്ച് ബിസിനസ് ചെയ്യാൻ അവസരമുണ്ടാകും. നിങ്ങളുടെ ബിസിനസ് ശൃംഖല വിപുലീകരിക്കാനും സന്ദർഭം ലഭിക്കുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നാഡീമർമ്മ സംബന്ധമായ ചില വേദനകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. കരുതലെടുക്കുക. മനസ്സിൻ്റെ പിരിമുറുക്കം നിയന്ത്രിക്കുന്നതിന് യോഗ, മെഡിറ്റേഷൻ ഇവയൊക്കെ ശീലിക്കുന്നത് നല്ലതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകം കരുതലെടുക്കുക. വളരെ വിസ്മയകരമായ വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് 2025 വരുന്നത്. അതുകൊണ്ട് വളരെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ
വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക. കുടുംബത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ ദേവസ്ഥാനങ്ങളോ ക്ഷേത്രങ്ങളോ കാവുകളോ ഒക്കെ ഉള്ളവർ അതിൻ്റെ അവസ്ഥയും വ്യക്തമായി രാശിചിന്ത ചെയ്ത് മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. നന്ദി, നമസ്കാരം.